നമുക്ക് ഉച്ചക്കലത്തേക്ക് ചൂരയും പൊരിച്ച് ഒരു രസവും കൂട്ടി ചോറണം. തുടങ്ങാം. ഓക്കെ. മീൻ കട്ടിയുള്ള ഉരുളി എടുത്തില്ല ഗായ്സ് വേണ്ടല്ലേ, നമുക്ക് ഗ്യാസ് വേണ്ട. നല്ല പുളിഞ്ചിക്ക്, അതായത് ഇരുമ്പം പുളി ഉണക്കാൻ വെച്ചിട്ടുണ്ട് അമ്മച്ചി. കണ്ട കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പം നമുക്ക് പരു കൂടെ പൊരിക്കാം. ചെറിയ പരു കിട്ടും. ചെറിയ പീസ് മതി, വലിയ പീസിന് പിന്നെ മനം അറിയും. ചെറുത് മതി നമുക്ക് എപ്പോഴും. നമ്മളെ ഇടിയെല്ലാം എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് ആദ്യം ചതച്ചെടുക്കാനുള്ള ഉണക്ക കുരുമുളക് ഇടാം. ഇഞ്ചി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി. പറഞ്ഞോ, കുഴപ്പമില്ല, പറഞ്ഞോ. വെളുത്തുള്ളി. അത് കഴിഞ്ഞിട്ട് കൊച്ചുള്ളി. അത് കഴിഞ്ഞിട്ട് 2 പച്ച കുരുമുളകും രുചിക്ക് വേണ്ടി. ഓക്കെ. ഇടിയെല്ലാം മിഷ്യൻ തുടങ്ങിയിട്ടുണ്ട്. വെളിയിൽ പോവല്ലേ അമ്മ. അപ്പൊ നമുക്കിനി ആവശ്യമുള്ള കല്ലുപ്പും കൂടെ അതിട്ട് ഇടിക്കാൻ കേട്ടാ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് പപ്പടമല്ലേ, ഇതിനുള്ള ചില്ലി റെഡ്, അതായത് മുളക് പൊടി. ശേഷം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഇളക്കാം. കാരണം വെളിച്ചെണ്ണ നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ. ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. മുരളിയല്ല ഉരുളി. അപ്പൊ നമുക്ക് അടുത്ത ഇതിലോട്ട് കടുകൂടാ. ചുമ്മാ അങ്ങോട്ട് ആരും പറഞ്ഞിട് അങ്ങനെ തന്നെ. ക്യാമറ വയ്ക്കാറ് നിന്ന് കത്തുന്നാണ് തോന്നാറേട്ടാ. ആദ്യം നമുക്ക് നമ്മളെ പുളിഞ്ചിക്ക് അച്ചാർ, ഇരുമ്പം പുളി അച്ചാർ ഇവിടെ വെച്ചോമാ. അത് കഴിഞ്ഞ് നല്ല കൊഴിയാള മീൻ എല്ലാം ചുവപ്പായിട്ടിരിക്കട്ടെ. മതി. ഒരാൾ മാത്രമേ കേട്ടോ. അമ്മ ഇന്ന് ചോറ് കഴിക്കുന്നില്ല. നമ്മളെ രസം കേട്ടോ. ആദ്യം രസം ഒഴിച്ച് എടുക്കാൻ പറ്റില്ല, പക്ഷെ ഒലിച്ചു പോകുന്നുണ്ടോ. കുഴപ്പമില്ല. ഞാൻ ഐറ്റം ചൂര പൊരിച്ചത് നമ്മൾ പരുവാണ്. അധികം നമ്മൾ വേവിച്ചിട്ടില്ല കേട്ടോ. കാരണം പിന്നെ ഒരു പപ്പടം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ രസം എന്താ ഒലിച്ചു പോകണമ്മ. ആദ്യം നമുക്ക് പരു തന്നെ അടിക്കാം കേട്ടോ. പരു കൂടെ അമ്മ. പരു ആണ്ട കസേരട്ടു കൊള്ളാം. പരു കുറച്ച് മീൻ പൊരിച്ച് ഇങ്ങോട്ട് എടുക്കുക. ഒരു തക്കാളിക്ക ശകലം തോരനും വെച്ചിട്ട് ഒരു ഇളക്ക് പൊരിച്ച അടിപൊളി. എന്തൊരു ചാന്ത് കൂട്ടണം അത്. എങ്ങനെയുണ്ട്? Very good, I think. Very well to cooking in my മൂത്തമ്മ മൂത്തമ്മ ഇരുന്നോ. മൂത്തമ്മ പെട്ട് കേട്ടാ. മൂത്തമ്മ ഉണ്ടോ ഇപ്പൊ? മറിഞ്ഞു പോണ ഇപ്പൊ ചോറ്